ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ തന്നെ നമ്മൾ ഇന്നലെ തിയറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന്റെ കേസിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റം പ്രകാരം കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിന്റെ ജേർണൽ എൻട്രിയും ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നോക്കാം. സമത ട്രേഡേഴ്സ് ഹാവ് ബ്രാഞ്ച് അറ്റ് കണ്ണൂർ. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അതിൽ തന്നത് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്. നമുക്കറിയാം ഇത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ആണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, പെറ്റി ക്യാഷ് എന്ന് തരുന്നത് നമുക്ക് അസറ്റ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇവിടെ ഈ ക്വസ്റ്റ്യനിലെല്ലാം ഡയറക്റ്റ് തന്നെ തന്നിട്ടുള്ള കാര്യമാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,50,000 തന്നിട്ടുണ്ട്. ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് 4, അതായത് ബ്രാഞ്ചിലേക്ക് ക്യാഷ്, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് ക്യാഷ് അയച്ചിട്ടുണ്ട്. അത് സാലറി 5,000, റെന്റ് 6,000, പെറ്റി ക്യാഷ് 5,000. ഇത് നമ്മൾ ജേർണൽ എഴുതുന്ന സമയത്ത് ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് ഒന്നിച്ച് കാണിച്ചാൽ മതി. ബ്രാഞ്ച് അക്കൗണ്ട് വരക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ബ്രാഞ്ച് ഫ്രം, ഒന്ന് ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അതായത് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് റിസീവ് ചെയ്തതാണ്. അത് ക്യാഷ് സെയിൽസ് ആയിട്ടും ഉണ്ട്, ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതും ഉണ്ട്. നമ്മൾ ജേർണൽ വരക്കുന്ന സമയത്ത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നിച്ച് കാണിച്ചാൽ മതി. നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് വരക്കുമ്പോൾ സെപ്പറേറ്റ് നമുക്ക് കാണിക്കാം. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, അതായത് അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ഇവിടെ ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും നമുക്ക് തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ പറയുന്നത് പാസ് ജേർണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ഹെഡ് ഓഫീസ് ബുക്ക്. ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനും അതേപോലെ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ജേർണൽ എൻട്രീസ് നോക്കാം. ഓക്കെ, ജേർണൽ എൻട്രീസ് എഴുതിയ ശേഷം നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ജേർണൽ വരച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം. ഒന്നാമത്തെ നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് എന്നുള്ളത്. അതായത് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഈ അസറ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ അസറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പൊ എൻട്രി എന്ത് വരും? ഇവിടെ ബ്രാഞ്ചിന്റെ കൂടെ ഏത് ബ്രാഞ്ച് ആണെന്ന് കൂടി എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്യുക. ഇവിടുത്തെ ബ്രാഞ്ചിന്റെ പേരെന്താണ്? കണ്ണൂർ ബ്രാഞ്ച് ആണ്. ഏതായിരുന്നു ഡേറ്റ്? 1/4/2024 ആണ്. എൻട്രി എന്തായിരുന്നു? കണ്ണൂർ branch account debtor to first one എന്താണ്? stock account. Second one to debtors account. Third one to petty cash account. ചെറുതായിട്ട് എഴുതുന്നുണ്ട്. എല്ലാ എൻട്രിയും തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു സ്റ്റോക്ക് അക്കൗണ്ട്, ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. ഓരോന്നിന്റെയും എമൗണ്ട് അതിന് നേരെ എഴുതാം. സ്റ്റോക്ക് 50,000, ഡെപ്റ്റേഴ്സ് 40,000, പെറ്റി ക്യാഷ് 2,000. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര വരും? 50,000 പ്ലസ് 40,000 പ്ലസ് 2,000 വന്നു കഴിഞ്ഞാൽ 92,000 ആണ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. നറേഷൻ കൊടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് റെക്കോർഡഡ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് റെക്കോർഡഡ്. ഓക്കെ, രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് ലയബിലിറ്റീസ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ് ആണ്. അത് നമുക്കറിയാം ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ലയബിലിറ്റീസ് തന്നിട്ടില്ല. നെക്സ്റ്റ് വന്നിട്ടുള്ള ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയക്കുമ്പോൾ നമുക്കറിയാം ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അത് കാണിക്കേണ്ടത്. അപ്പൊ എൻട്രി എന്തായിരിക്കും? കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. സെയിം ഡേറ്റ് ആണ്, വേറെ ഡേറ്റ് തന്നിട്ടില്ല. കണ്ണൂർ branch account debtor to goods sent to
ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്? 1,50,000. 1,50,000. ഓക്കെ. നറേഷൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ, രണ്ടാമത്തെ എൻട്രി കഴിഞ്ഞു. ഇനി ഓക്കെ, മൂന്നാമത്തത് ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ സാലറി 5,000, റെന്റ് 6,000, പെറ്റി ക്യാഷ് 5,000. അതായത് നമ്മൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ക്യാഷ് അയക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ എക്സ്പെൻസ്, ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് അയക്കുന്നതാണ് ഈ തന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എൻട്രി എന്തായിരുന്നു? ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളതായിരുന്നു അതിന്റെ എൻട്രി. നമ്മൾ കൂടുതലും നമ്മൾ ക്യാഷിന് പകരം ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അത് അതേപോലെ തന്നെ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് പൈസ റെമിറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ക്യാഷിനേക്കാൾ കൂടുതൽ ബാങ്കാണ് കൂടുതലായിട്ട് കാണിക്കുക. ക്യാഷ് കാണിച്ചാലും പ്രശ്നമില്ല, ബാങ്ക് കാണിച്ചാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് സംബന്ധിച്ച് ക്യാഷ് പോകുന്നതാണ്. ക്യാഷ് പോകുമ്പോൾ ഹെഡ് ഓഫീസിന്റെ ബുക്കാണ്. ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് ക്യാഷ് പോകുന്നതാണ്. ക്യാഷ് പോകുമ്പോൾ ക്യാഷ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എൻട്രി എന്ത് വരും? കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് വരും? ക്യാഷ് ഓർ ബാങ്ക്. ഞാൻ ഇവിടെ ബാങ്ക് ആണ് കൊടുക്കുന്നത്, ബാങ്ക് അക്കൗണ്ട്. എന്താണ്? ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ മീറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇവിടെ നമ്മൾ നറേഷനിൽ കാണിക്കുക എന്താണ്? സാലറി 5,000, റെന്റ് 6,000, പെറ്റി ക്യാഷ് 5,000. ഓക്കെ, അപ്പോ ടോട്ടൽ നമ്മൾ കാണിക്കേണ്ടത് 16,000 ആണ്. ഇനി നമ്മൾ ഇത് ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, മൂന്നാമത്തെ എൻട്രിയും കഴിഞ്ഞു. ഇനി നാലാമത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ബ്രാഞ്ച് ഫ്രം ക്യാഷ് സെയിൽസ് ആൻഡ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അതായത് ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് ക്യാഷ് റെമിറ്റ് ചെയ്യാണ്. അപ്പൊ ഹെഡ് ഓഫീസിന്റെ ബുക്കാണ്. ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് ക്യാഷ് വരുന്നതാണ്. ക്യാഷ് വന്നു കഴിഞ്ഞാൽ ക്യാഷിന് എന്ത് ചെയ്യണം? ക്യാഷ് പോയപ്പോൾ നമ്മളെ ക്യാഷ് ഓർ ബാങ്കിന് നമ്മൾ എന്താ ചെയ്തത്? ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പൊ ക്യാഷ് വന്നു കഴിഞ്ഞാൽ ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എൻട്രി എന്ത് വരും? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ ഞാൻ ബാങ്ക് ആണ് കൊടുക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ചെയ്ത് കാണിച്ചാൽ മതി. ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ഹൈഫൺ ഇട്ടിട്ട് ക്യാഷ് സെയിൽസ് 1,50,000 പ്ലസ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 1,20,000. 2,70,000 ആണ് ടോട്ടല് വരിക. 2,70,000. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ആണ്. 31/3/2025. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് നമുക്കറിയാം. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്തത്. അപ്പൊ അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഏത് സൈഡിൽ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, നമ്മൾ അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ ക്ലോസിംഗ് ബാലൻസ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ എൻട്രി എന്താ വരിക? അസറ്റ് ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓരോ അസറ്റും നമ്മൾ കാണിക്കണം. അസറ്റിന്റെ ഓരോന്നിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസും അതുപോലെ കാണിക്കണം. അപ്പൊ എന്താണ്? സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റ്. ഇവിടെ വേണമെങ്കിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് കൊടുക്കാം കേട്ടോ. എല്ലാത്തിന്റെയും ബ്രാഞ്ച് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റ്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ്, പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്.
ഇവിടെ വേറെ ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റ് കൂടി കൊടുക്കണം. ഇവിടെ പെറ്റി ക്യാഷിന്റെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ പെറ്റി ക്യാഷിന്റെ ഓപ്പണിങ്ങും ഇവിടെ ക്ലോസിങ്ങും ഉണ്ട്. അതല്ലാതെ നമുക്ക് ഇത്ര രൂപ പെറ്റി ക്യാഷ് എക്സ്പെൻസ് ആയി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യേണ്ട, അത് എടുക്കേണ്ട കാര്യമില്ല. കാരണം അതിന്റെ ഓപ്പണിംഗ് നമ്മൾ എടുക്കുന്നുണ്ട്, ക്ലോസിംഗും എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഓൾറെഡി അതിൽ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ആയി പോകും. അപ്പൊ പെറ്റി ക്യാഷ് അല്ലെങ്കിൽ പെറ്റി ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് ഇത്ര രൂപ ചെലവായി എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് ആ ഒരു ഐറ്റം നമ്മൾ ഇതിൽ ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് എടുക്കേണ്ട കാര്യമില്ല. കാരണം ബ്രാഞ്ച് അക്കൗണ്ടിൽ പെറ്റി ക്യാഷിന്റെ ഓപ്പണിംഗും നമ്മൾ എടുത്തു, ക്ലോസിംഗും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഐറ്റം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് എടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ എൻട്രി സ്റ്റോക്ക് അക്കൗണ്ട് അപ്റ്റർ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ, പെറ്റി ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? സ്റ്റോക്കിന്റെ 25,000 ആണ്, ഡെപ്റ്റേഴ്സ് 20,000, പെറ്റി ക്യാഷ് 1000. ഓക്കെ, അപ്പോൾ 46,000. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. ഇനി പാസ്റ്റ് ആൻഡ് സം പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇതിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണം അല്ലെ. ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് നമ്മൾ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് വരച്ച് നമ്മൾ നോക്കും ഇതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. അത് അറിയാൻ തന്നെയല്ലേ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കണ്ണൂർ ബ്രാഞ്ചിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാം. ഇനി അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം, ബ്രാഞ്ച് അക്കൗണ്ട് വരക്കണം. അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റൂ. അതിനുശേഷം മാത്രമേ നമുക്ക് എൻട്രി, ജേർണൽ എൻട്രി, പ്രോഫിറ്റിന്റെ ആയാലും ലോസിന്റെ ആയാലും ജേർണൽ എൻട്രി എഴുതാൻ വേണ്ടി പറ്റൂ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ജേർണൽ എഴുതാനുള്ള സ്പേസ് വിട്ട ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് വരക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ബ്രാഞ്ച് അക്കൗണ്ട് വരക്കാം. നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് വരക്കാൻ അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് വരച്ച് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ഈ ജേർണൽ എൻട്രീസ് മതി. ജേർണൽ എൻട്രീസ് നോക്കിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഹെഡിങ് കൊടുക്കാം, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഫസ്റ്റ് അത് നോക്കുക, 1/4/2024 എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസാക്ഷനും എന്താണ് നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ വരുന്നത് തന്നെയാണ്. ഒന്നാമത് നോക്കുക, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു സ്റ്റോക്ക് അക്കൗണ്ട്, ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബ്രാഞ്ച് അക്കൗണ്ടിൽ ഏത് സൈഡിൽ വരും, ബ്രാഞ്ച് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ആണ് ചെയ്യുന്നത്, ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, അല്ല ഡെബിറ്റ് ലെഫ്റ്റ് ആണ് ഡെബിറ്റ്, റൈറ്റ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്ത് വരും, നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ എഴുതുമ്പോൾ ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാണ് നമ്മൾ കാണിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസിന് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാണ് നമ്മൾ കാണിക്കുന്നത്. ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, അതിലാദ്യം ടു സ്റ്റോക്ക് അക്കൗണ്ട്, ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് എത്രയാണ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. 50,000, 40,000, 2,000. ഓക്കെ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി നോക്കി രണ്ടാമത്തെ, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്ത് വരും, ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഏത് സൈഡിൽ വരും, ടു ആണ് വരുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ്. ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്, 1,50,000. മൂന്നാമത്തെ നോക്കിയേ, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. അപ്പൊ കണ്ണൂർ ബ്രാഞ്ചിൽ എന്ത് വരും, ടു ബാങ്ക്, ഡെബിറ്റ് സൈഡ് തന്നെയാണ് വരിക, ടു ബാങ്ക്. ഇതിന്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, ഇതെന്താ ചെയ്യുന്നത്, ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. അപ്പൊ ബ്രാക്കറ്റിൽ അത് എഴുതാം, ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ മീറ്റിംഗ് എക്സ്പെൻസ്. എക്സ്പെൻസ് മീറ്റ് ചെയ്യാനല്ലേ കൊടുക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ ഓരോന്നും, നമ്മളിത് ടോട്ടൽ ചെയ്താണ് എഴുതിയത്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. സാലറി എത്രയാണ്, 5,000, റെന്റ്
6,000. Petty cash 5,000. ഓക്കെ, നേരത്തെ പറഞ്ഞ പെറ്റി ക്യാഷിന് വേണ്ടി അവർ യഥാർത്ഥത്തിൽ ചെലവഴിച്ച എമൗണ്ട് അല്ല ഇവിടെ തന്നിട്ടുള്ളത്. പെറ്റി ക്യാഷിന് വേണ്ടി അവർ അയച്ച എമൗണ്ട് ആണ് 5,000 നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഒന്നെങ്കിൽ ഇത് എന്ത് ചെയ്യുക, ഇന്നർ കോളത്തിൽ എഴുതി ആഡ് ചെയ്തിട്ട് പുറത്ത് എഴുതാം, അല്ലെങ്കിൽ ഔട്ടർ കോളത്തിൽ തന്നെ എഴുതാം. നെക്സ്റ്റ് ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, അതായത് ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു, ഹെഡ് ഓഫീസിന് ക്യാഷ് റെമിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഹെഡ് ഓഫീസിന് ക്യാഷ് കിട്ടുന്നതാണ്. ക്യാഷ് കിട്ടുമ്പോൾ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ നമ്മൾ പറഞ്ഞു എവിടെ കാണിക്കണം, ക്യാഷ് ഓർ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് വരുന്നത് കൊണ്ട് ഡെബിറ്റ് ചെയ്യാണ്. അപ്പൊ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു കണ്ണൂർ ബ്രാഞ്ച് എന്നാണ്. അപ്പൊ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്ത് വരും, ബൈ ബാങ്ക് എന്ന് വരും. ബൈ ബാങ്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ എന്ത് വരും, ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഒന്ന് എന്താണ്, ക്യാഷ് ആയിട്ട് കിട്ടുന്നത് എത്രയാണ്, 1,50,000 ആണ്. ദെൻ റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ കിട്ടുന്നത് 1,20,000 ആണ്. ഓക്കെ, വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്റർ കോളത്തിൽ എഴുതി ടോട്ടൽ ചെയ്ത് ഔട്ടറിൽ കാണിക്കാം. ഇനി അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് എന്തായാലും ക്രെഡിറ്റ് സൈഡിലായിരിക്കും. എൻട്രി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അപ്റ്റഡ്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ്, പെറ്റി ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു കണ്ണൂർ ബ്രാഞ്ച് എന്നാണ്. അപ്പൊ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഇതൊക്കെ ബൈ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ബാലൻസ് ക്യാരി ഡൗൺ ആണ്, ക്ലോസിംഗ് ആണ്, ബ്രാക്കറ്റിൽ കൊടുക്കുക ക്ലോസിംഗ്. ഇതിന്റെ ബ്രാക്കറ്റിൽ ഓപ്പണിംഗ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ക്ലോസിംഗ്. ഇനി ഓരോന്ന് എഴുതാം. സ്റ്റോക്ക് എത്രയാണ്, 25,000. ഡെപ്റ്റേഴ്സ് 20,000. പെറ്റി ക്യാഷ് 1,000. കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബാലൻസ് ചെയ്യുന്നത് ടോട്ടൽ ചെയ്യാം. രണ്ടു ഭാഗവും ടോട്ടൽ ചെയ്ത് നോക്കാം. രണ്ടു ഭാഗവും ടോട്ടൽ ചെയ്യുമ്പോൾ ഏതാണ് ഹയസ്റ്റ് വരുന്നതെന്ന് നോക്കാം. രണ്ടു ഭാഗം ടോട്ടൽ ചെയ്ത് നോക്കിയേ. ഹയസ്റ്റ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. എത്ര വരും, 3,16,000 ആണ് ഹയസ്റ്റ് എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി ഏത് സൈഡിലാണ് കുറവ്, ഡെബിറ്റ് സൈഡിലാണ് കുറവ്, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പൊ ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. ഇവിടെ ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആണ്, കാരണം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഇത് നോമിനൽ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എല്ലാ ഇൻകം വരുന്നത്, ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസും ആണ് വരുന്നത്. അപ്പോൾ ഇൻകം ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ്. എക്സ്പെൻസിനേക്കാൾ ഇൻകം ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആണ്. ഇനി നമുക്ക് ഇൻകത്തിനേക്കാൾ എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് ലോസും ആയിരിക്കും. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അതിനർത്ഥം ഇൻകം ആണ് കൂടുതൽ. എന്ത് ചെയ്യാം, 3,16,000 ഈ ഓരോ ഐറ്റം എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 58,000 ആണ്. 58,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 58,000. ഇതിന് നേരെ എന്ത് ചെയ്യണം, ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ എന്താണ്, പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്ന 58,000 എന്ന് പറഞ്ഞാൽ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് എന്ന് കാണിക്കാം. ഈ എൻട്രി ആണ് നമ്മൾ ഇവിടെ എഴുതുന്ന എൻട്രി. എന്തായിരിക്കും എൻട്രി, 2 എന്നാണ് ഇവിടെ എഴുതിയിട്ടില്ല. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്, 58,000. ഓക്കെ, പ്രോഫിറ്റ് എന്ന് കാണിക്കാം. ഓക്കെ, പ്രോഫിറ്റ് എന്ന് കാണിക്കാം 58,000. അപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആയതുകൊണ്ടാണ്, ലോസ് ആയിരുന്നെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വന്നേനെ. ഇവിടെ നമ്മുടെ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു ഐറ്റം മാത്രമേ വരുന്നുള്ളൂ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ചിൽ, മറ്റൊരു ഐറ്റം മാത്രമേ വരുന്നുള്ളൂ, റിട്ടേൺ ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ഈ ഒരു എമൗണ്ട് മാറ്റാം. അത് കാണിച്ചില്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ
ജേണൽ വരുന്നത്, അതേപോലെ ബ്രാഞ്ച് അക്കൗണ്ട് വരുന്നത്. ഇത് നമ്മൾ ഓർക്കുക, ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന്റെ കേസിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റം പ്രകാരം നമ്മൾ എന്താണ് പറഞ്ഞു, ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ആ അക്കൗണ്ടിന് പറയുന്ന പേര് ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. അത് തന്നെ കോസ്റ്റ് പ്രൈസ് മെത്തേഡിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, പ്രോഫിറ്റിലല്ല ഇവർ അയക്കുന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇത് കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ്. അത്തരത്തിലുള്ള കോസ്റ്റിന്റെ മേലായിരിക്കും ഇവർ അയക്കുന്നത്. കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ ഈ ഒരു എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.